ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ടെൻഷനൊക്കെ വരുന്ന നേരത്ത് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടെൻഷൻ അങ്ങ് ഒഴിവാക്കിയിട്ടും. ഒന്ന് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒന്ന് എൻ്റെ ബ്രദറും ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. നമുക്ക് ആൻറ്റി സ്ട്രെസ് ടോയ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആൻറ്റി സ്ട്രെസ് ടോയിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. നമുക്ക് പേപ്പർ വേണം. ഇപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ 2 കളറാണ്, അപ്പോൾ ഞാൻ ഈ 2 കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ സിസേഴ്സ് വേണം, പിന്നെ ഗ്ലൂ വേണം, പിന്നെ പെൻസിലും വേണം. ഇവിടെ ഇപ്പം ഞാനിവിടെ എൻ്റെ പേപ്പറിൻ്റെ ഇവിടെ ഞാൻ സ്കെയിൽ കൊണ്ട് ഇവിടെ വരച്ചിരിക്കുവാണ്. ഞാൻ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എടുക്കാം, 4 എടുക്കാം. നിങ്ങൾക്ക് ചെറുത് വേണം എടുക്കാം, വലുത് വേണം എടുക്കാം. ഇപ്പം ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എല്ലാം ഒരേ സൈസാണ്. പിന്നെ നമ്മൾ കേറ്റിൽ വർക്കലൊക്കെ ചെയ്യുന്ന നേരത്ത് ഇല്ലേ, ആ നേരത്ത് ചെയ്യുന്ന നേരത്ത് നമുക്കത് ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കേറ്റിൽ വർക്കലുണ്ട്. അപ്പം നമ്മൾ അത് ശരിക്കുള്ള സെൻറ്റിമീറ്റർ എടുക്കണം. അപ്പം ആദ്യം നമ്മൾ സിസേഴ്സ് എടുക്കണം. എന്നിട്ട് ഈ വരച്ചിരിക്കുന്ന അവിടെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഓറഞ്ചും ഒരു ബ്ലൂ എടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. 2 എണ്ണം കൂട്ടി നമ്മൾ ഒട്ടിച്ച് വെക്കണം. കാണിച്ചു തരാം. ഞാനിങ്ങനെ ഈ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ ഗ്ലൂ എടുത്തിട്ട് ഇവിടെ പശ അടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. രണ്ടും അതുപോലെ തന്നെയാണ്. ഇത് കണ്ടില്ല, ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത പോലെ കണ്ട് ഓറഞ്ച് ഞാൻ 2 സ്ട്രിപ്പ് കൊണ്ട് ആക്കി കണ്ടാണ്. അപ്പം ബ്ലൂ ഞാൻ അതുപോലെ തന്നെ ആക്കി. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഒരേ സൈസിലാക്കണം. ഇങ്ങനെ ഈ 2 സൈസ് നമ്മളിങ്ങനല്ല, നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് സൈസിൽ കൊണ്ടുവരണം. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ 2 ഇത് കറക്റ്റ് സൈസാണെന്ന് നോക്കണം. കറക്റ്റ് സൈസ് ആക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കറക്റ്റ് സൈസ് ഇട്ട് ഇതിൻ്റെ ഞാൻ ഇങ്ങനെ ആക്കി. ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്യണം. സെയിം കറക്റ്റ് സൈസിൽ കൊണ്ടുവരണം. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി നല്ലതായിട്ട്. അപ്പം ഇനി നമ്മൾ ഈ പീസ് ഇല്ലെങ്കിൽ ഈ പീസ്, ഞാനിപ്പോൾ ഈ പീസാണ് എടുക്കുന്നത്. ഈ പീസ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റണം. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴത്തെ ഈ ഓറഞ്ച് കളർ പീസ് നമ്മൾ ഇതിങ്ങോട്ട് വെക്കണം. നല്ലതായിട്ട് ഓർമ്മ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ബ്ലൂ പീസ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കാം. കണ്ട, ഇപ്പം നമ്മളുടെ ഒരു മിനിറ്റ് കുറച്ച് ടൈറ്റ് ആക്കിക്കോട്ടെ. എന്നിട്ട് ഇവിടെ നല്ലതായിട്ട് നമ്മൾ ഹാർഡായിട്ട് കൊടുക്കണം. അല്ല നമ്മൾ ലൂസാക്കി, ഇപ്പം എനിക്ക് ലൂസ് വന്നതുപോലെ ആക്കാൻ പാടില്ല. നമ്മൾ ഹാർഡായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇതിൻ്റെ പുറയിൽ ഇങ്ങനെ കണ്ട, പുറയിൽ ഇങ്ങനെയും ഫ്രണ്ടിൽ ഇങ്ങനെയും. ഇനി അടുത്തത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച് പീസ് ഈ നടുക്കത്തെ ഇവിടെയിലോട്ട് വെക്കണം. ഇത് കണ്ടില്ലേ, നടുക്കത്തെ ഒരു ചെറിയ ഇതില്ലേ, അങ്ങോട്ട് ഇങ്ങനെ ആക്കി വെക്കണം. നല്ലതായിട്ട് അമർത്തണം. എന്നിട്ട് ഈ കിടക്കുന്ന ഈ ഓറഞ്ച് പീസ് നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ചെറിയ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഓറഞ്ചിലേക്ക് പോകണം. ഓറഞ്ച് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട്, ഈ ബ്ലൂവിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ബ്ലൂ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. പക്ഷെ നമ്മൾ കയറ്റുന്ന നേരത്ത് കുറച്ച് പാടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ലൂസാക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കയറ്റി കൊടുക്കാം അല്ലേ. നമ്മൾ ഇതിങ്ങനെ കുറച്ച് ടൈറ്റാക്കി
എല്ലാം നമ്മൾ ടൈറ്റ് ആക്കണം ലാസ്റ്റ്. എല്ലാം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ആക്കണം. നമ്മൾ പിന്നെ ഇപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. മുമ്പ് ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ബ്ലൂ ഇങ്ങനെ ആക്കണം. ഓറഞ്ച് ഇവിടെ കൊണ്ടുവരണം. പേപ്പർ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ പുതിയ പേപ്പർ ഒട്ടിക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ ബ്ലൂ ഇങ്ങനെ ആക്കണം. പിന്നെ ഓറഞ്ച് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇനി കുറച്ച് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. ഇതിനകത്തോട് ഇങ്ങനെ കയറ്റണം. നമുക്ക് കുറച്ച് ചക്കുണ്ട്. ഇങ്ങനെ സ്റ്റക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് പതിയെ എടുക്കണം. ഒറ്റ വലിക്കില്ലേ, കണ്ട ഇപ്പോൾ കയറിയതുണ്ട. പതിയെ എടുത്താൽ മതി, ഇല്ല പെട്ടെന്ന് നമ്മൾ ആ പേപ്പർ ആ സൈഡിൽ കീറിപ്പോവും. എന്താ ഇനി നമ്മളിവിടെ പേപ്പർ ഒട്ടിക്കും. ബിക്കോസ് നമുക്ക് ഇനി പേപ്പർ സ്ഥലം എഴുതാണ്ടുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ തീർന്ന്. അപ്പം ഇനി നമുക്ക് പേപ്പർ ഒട്ടിക്കാം. ഈ സൈഡിലായിട്ട് നമ്മൾ വെട്ടി കൊടുക്കണം. എല്ലാ സൈഡിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ലാസ്റ്റ് സൈഡിലും കൂടെ നമുക്ക് ജസ്റ്റ് ഓക്കെ. ഇനി നമുക്ക് സ്ട്രിപ്സ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അമർത്തി കൊടുക്കണം. നമ്മൾ അടുത്ത പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിലൂടെ എന്നിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത പേപ്പർ എടുത്തിട്ട് ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നല്ലതായിട്ട് അമർത്തി കൊടുക്കണം. അതിന് അടുത്ത സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മളിവിടെ അമർത്തി കൊടുക്കണം. ഇല്ലാതെ ഒട്ടത്തില്ല, പിന്നെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ 4 സൈഡ് ഇത് ആക്കിയിട്ടുണ്ട്. ഇത് ഒട്ടാനിരിക്കട്ടെ. ഇപ്പം ഞാനിവിടെ ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടോ, ഇവിടെ 4 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിനിയും ബ്ലൂ തന്നെ എടുക്കാം. ഈ നല്ലതായിട്ട് ഫുള്ളി ആക്കണം. ഈ നടുക്കോട്ട് ഇങ്ങനെ ആക്കി വെക്കണം. നല്ലതായിട്ട് ആക്കണം. ഇവിടെയൊക്കെ നല്ല സൈഡിൽ നല്ലതായിട്ട് ആക്കി കൊടുക്കണം. പിന്നെ ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ഈ നടുക്കോട്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. എന്നിട്ട് ഈ ബ്ലൂ പിന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ നമ്മൾ അമർത്തി കൊടുക്കും. അപ്പൊ കണ്ടില്ലേ, നമ്മളുടെ സാധനം ഇത്രയും വരെ കൊണ്ട് നല്ല നീട്ടാൻ വെച്ചതുകൊണ്ട് ഇത്രയും വരെ കണ്ടാ. അങ്ങനെ നമുക്ക് ഇതിന്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെ വന്നതാ. ഇനി നമുക്കിത് ഗ്ലൂ എടുത്തിട്ട് ഒട്ടിച്ച് വെക്കണം. ഈ സൈഡിലോട്ട് നമ്മളിത് ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം.
നമ്മൾ ഇതിന് സൈഡിൽ ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ അടുത്ത സൈഡിൽ എടുത്തിട്ട് അതിനും അതുപോലെ ഇപ്പം ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇത്രയും വലുതായി, കണ്ട ഇത്രയും വലുതായി. ഇനി നമുക്ക് ഇത് ഗ്ലൂ എടുത്തിട്ട് ഒട്ടിക്കാം. ഗ്ലൂ എടുത്ത് നമ്മളിങ്ങനെ റൗണ്ടിൽ ഒട്ടിക്കണം. പിന്നെ കൂടെ കുറച്ച് നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ആക്കണം. ആക്കിയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെക്കണം. കുറച്ച് നേരം ഒട്ടിച്ച് ഇങ്ങനെ പിടിക്കണം. ഇപ്പം നമ്മുടെ ആൻറ്റി സ്ട്രെസ് ടോയ് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമുക്കിത് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായി നമുക്കിങ്ങനെ അകത്തൊക്കെ ആക്കാം. ഇങ്ങനെ പുറത്തുകൂടെ അകത്തോട്ടും ആക്കാം. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് കണ്ടില്ലേ, നല്ല രസമാണ് ഇത് ചെയ്യാൻ. ഇതല്ലേ, സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ആശ്വാസം, നല്ല സ്ട്രെയിനൊക്കെ നല്ലതായിട്ട് ഒഴിവായി കിട്ടും. കണ്ടാ, ഒരു പൂ പോലെയാണ്, നല്ല രസമാണ്. കണ്ടാ, നല്ല രസമാണ് ഇങ്ങനെ അകത്തോട്ടും പുറത്തോട്ടും തിരിക്കാൻ. ശരിക്കും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ്, ഇത് കണ്ടില്ലേ, ഒരു പൂവിൻ്റെ ഒരു ഷേപ്പാണ്. നല്ല രസമായിട്ട് കാണാം. ഇങ്ങനെ നമുക്ക് വോളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുവാണെങ്കിൽ നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് നല്ല രസമായിരിക്കും കാണാൻ. കണ്ടാ, ആൻറ്റി സ്ട്രെസ് ടോയ് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമുക്ക് നല്ല ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സ്ട്രെയിനൊക്കെ നല്ലതായിട്ട് ഒഴിവാക്കിയിട്ടും ഇനി നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ എൻ്റെ ബ്രദറിന് ഇതിനേക്കാളും ഒക്കെ അടിപൊളി സംഭവമായിട്ട് വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ പല പല ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റും. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബട്ടണും കൂടെ എനേബിൾ ആക്കി ഓൺ ആക്കണം. ബൈ ബൈ.